ബി.ജെ.പി. കേരളയുടെ വീഡിയോ സീരീസ് ആയിട്ടുള്ള സത്യമേവ ജയതിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ശബരിമലയിലേക്ക് എത്തുന്ന ദശലക്ഷക്കണക്കിന് തീർത്ഥാടകർ നേരിടുന്ന നിത്യ ദുരന്തം, അതാണ് നമുക്കിന്ന് കാണാൻ സാധിക്കുന്നത്. ഈ വിഷയത്തെക്കുറിച്ച് നമ്മളോട് സംസാരിക്കാനായിട്ട് ഇന്ന് നമ്മുടെ മുന്നിലുള്ളത് ശ്രീ കുമ്മനം രാജശേഖരൻ അവർകളാണ്. നമുക്കറിയാം, ശബരിമല അയ്യപ്പ സേവാ സമാജത്തിൻ്റെ സ്ഥാപക ജനറൽ സെക്രട്ടറിയാണ് ശ്രീ കുമ്മനം രാജശേഖരൻ. അതോടൊപ്പം തന്നെ ബി.ജെ.പിയുടെ മുൻ സംസ്ഥാന അധ്യക്ഷൻ എന്ന നിലയിലും ഹിന്ദു ഐക്യവേദിയുടെ മുൻ സംസ്ഥാന അധ്യക്ഷൻ എന്ന നിലയിലും നമ്മുടെ മുന്നിൽ അദ്ദേഹത്തിൻ്റെ പൊതുപ്രവർത്തനത്തിൻ്റെ നിറസാന്നിധ്യം ദശാബ്ദങ്ങളായിട്ട് നമ്മുടെ മുന്നിലുണ്ട്. മിസോറാം മുൻ ഗവർണർ കൂടിയായിട്ടുള്ള അദ്ദേഹം 50 വർഷമായി തുടർച്ചയായി ശബരിമല ദർശനം നടത്തുന്ന മഹാഭക്തനും കൂടിയാണ്. അദ്ദേഹത്തെ ഞാൻ ഈ വേദിയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുന്നു. ശരണമയ്യപ്പ. രാജേട്ട, മണ്ഡലകാലം ഒരു ഘട്ടം കഴിഞ്ഞിരിക്കുന്നു. അവിടെ നടന്ന ദുരന്ത സമാനമായിട്ടുള്ള സാഹചര്യങ്ങൾ കേരളത്തിലെ സമൂഹം എന്ന് മാത്രമല്ല ഇന്ത്യ മുഴുവൻ ശ്രദ്ധിക്കപ്പെട്ടു. ഈ പ്രശ്നങ്ങളെല്ലാം ഉയരുമ്പോഴും കേരളത്തിൻ്റെ ദേവസ്വം മന്ത്രി പറഞ്ഞിരിക്കുന്നത് അവിടെ ഒരു പ്രശ്നവുമില്ല, ഉണ്ടെന്ന് പറയുന്ന പ്രശ്നങ്ങൾ മുഴുവൻ ആരോ കെട്ടിച്ചമച്ചതാണ് എന്ന് സാക്ഷാൽ ദേവസ്വം വകുപ്പ് മന്ത്രി തന്നെ പുറത്തു പറയുന്നു. ഇവിടെ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്? ശബരിമലയിൽ ഒരു പ്രശ്നവുമില്ല, യാതൊരുവിധ ബുദ്ധിമുട്ടും ഇല്ല എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ സ്വന്തം അനുഭവം. അദ്ദേഹത്തിനൊരു ബുദ്ധിമുട്ടുമില്ല. കാരണം നിരവധി പോലീസുകാരുടെ അകമ്പടിയോടുകൂടി അവിടെ പോയി നല്ല താമസിക്കാനുള്ള സൗകര്യമുണ്ട്, ഭക്ഷണമുണ്ട്, ക്യൂ നിൽക്കേണ്ട. അദ്ദേഹത്തെ സംബന്ധിച്ച് എന്ത് പ്രശ്നം? പക്ഷേ അവിടെ എത്തിയിരിക്കുന്ന ഭക്തജനങ്ങളിൽ, VIP-യുടെ കാര്യമല്ല, ഭക്തജനങ്ങളിൽ ഒരാൾ പോലും അവിടുത്തെ സുഗമമായ തീർത്ഥാടനം നടത്തി, സുഖമായി ഞങ്ങൾ തീർത്ഥാടനം നടത്തിയെന്ന് പറയും എന്നെനിക്ക് തോന്നുന്നില്ല. വിശ്വാസവും സങ്കല്പവും എല്ലാം ഉണ്ട്. അതിൽ അടിയുറച്ച് വിശ്വസിക്കുന്നു എന്നുള്ളത് കൊണ്ട് ബുദ്ധിമുട്ടും കഷ്ടപ്പാടുകളൊന്നും ഒരു ഭക്തനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രശ്നമല്ല. കാരണം ഒരു വനത്തിൻ്റെ നടുക്ക് കുണ്ടും കുഴിയും താണ്ടി കല്ലും മുള്ളും ചവിട്ടി കഷ്ടപ്പെട്ടും ബുദ്ധിമുട്ടിയും വരുന്നൊരു അയ്യപ്പ ഭക്തന് കുറേ ത്യാഗം സഹിക്കേണ്ടി വരുന്നു എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം പ്രശ്നമല്ല. പക്ഷേ അവർ മനുഷ്യരാണ്. ആ ഒരു പരിഗണന ദേവസ്വം ബോർഡും അതുപോലെ സർക്കാർ നൽകണം. ഈ പറയുന്ന ദേവസ്വം വകുപ്പ് മന്ത്രി ഏതെങ്കിലും ഒരു ഭക്തജനങ്ങളോട് ഇടയിലേക്ക് കടന്നിറങ്ങിച്ചെന്ന് അവരോട് ചോദിച്ചിട്ട് അവരുടെ അഭിപ്രായമാണ് പറയുന്നതെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ആ ഭക്തജനങ്ങളെല്ലാവരും കഷ്ടപ്പെട്ടും ബുദ്ധിമുട്ടിയും അതിന് ഒരു തരത്തിലും നമുക്കൊരു ന്യായീകരിക്കാൻ ഒക്കില്ല. കുടിക്കാൻ വെള്ളമില്ല, കഴിക്കാൻ ആഹാരമില്ല, കയറിക്കിടക്കാൻ വിരിവെക്കാനുള്ള സൗകര്യമില്ല. മണിക്കൂറുകളോളം വെയിലത്ത് ക്യൂ നിൽക്കുന്ന ആ അയ്യപ്പ ഭക്തന്മാരുടെ വേദന, ദുഃഖം, അമർഷം, ഉത്കണ്ഠ, ഇത് കണ്ടിട്ടും കണ്ടില്ല എന്ന് നടിക്കുക, ഇവിടെ ഒരു പ്രശ്നമില്ല എന്ന് പറയുന്നതിൽ എന്താണ് അർത്ഥമുള്ളത്? അതുകൊണ്ട് ശബരിമലയെ സംബന്ധിച്ചിടത്തോളം ഈ കുപ്രചരണങ്ങൾ കൊണ്ടോ ഈ അഭിനയങ്ങൾ കൊണ്ടോ ഒന്നും പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാവില്ല. ഇച്ഛാശക്തിയാണ് ആവശ്യം. ദേവസ്വം മന്ത്രിക്ക് ഇച്ഛാശക്തി ഉണ്ടെങ്കിൽ ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാകും. ഇവിടെ നമ്മൾ കാണേണ്ടത്, ഇപ്പോൾ ശബരിമല ഭക്തരെ കാലികളെ കൊണ്ടുപോകുന്നതിന് സമാനമായിട്ടാണ് KSRTC ബസ്സുകളിൽ കൊണ്ടുപോകുന്നതും അവിടെ അടിസ്ഥാന സൗകര്യങ്ങൾ പോലുമില്ലാതെ അങ്ങേയറ്റം ഭരണകൂടത്തിൻ്റെ പീഡനമുറകൾ മുഴുവൻ ഏറ്റുവാങ്ങുന്ന ഒരു ജനവിഭാഗമായിട്ട് ശബരിമല ഭക്തർ മാറുന്നു. ഇവിടെയാണെങ്കിൽ തമിഴ്നാട്ടിൽ ശ്രീരംഗപുരം ക്ഷേത്രത്തിൽ അവിടുത്തെ ക്ഷേത്ര ജീവനക്കാർ ശബരിമലയിലേക്ക് വരുന്ന ഭക്തരെ അതിക്രൂരമായിട്ട് മർദ്ദിക്കുന്നത് ലോകം മുഴുവൻ കാണുന്നു. ഇതൊക്കെ ഈ സനാതനധർമ്മത്തിൻ്റെ മൂല്യങ്ങളെ തച്ചുടയ്ക്കാൻ വേണ്ടിയുള്ള ഹിഡൻ അജണ്ട പല രീതിയിലായിട്ട് നടപ്പാക്കപ്പെടുന്നതായിട്ട് അങ്ങേക്ക് തോന്നുന്നുണ്ട്. ശബരിമലയിലെ പ്രശ്നങ്ങൾക്ക് ഇന്നോ ഇന്നലെയോ അല്ല അതിൻ്റെ പഴക്കം. വർഷക്കാലമായിട്ട് ശബരിമല എന്നും ഉയരുന്ന രോദനം, വിലാപം അയ്യപ്പന്മാരുടേതാണ്. ഒരു പരിഹാരം ഇന്നുവരെ ഉണ്ടായിട്ടില്ല. അന്നും ഇന്നും ശബരിമല ക്ഷേത്രത്തിൽ 60 ഏക്കർ ഭൂമിയുണ്ട്. അതുപോലെ തന്നെ പമ്പയിൽ 15-20 ഏക്കർ. ഇതിൻ്റെ അപ്പുറത്തേക്കൊന്നും കൊണ്ട് ഒരു കക്കൂസ് പോലും ഒരു വർഷം കൂടുതൽ പണിയുന്നില്ല. ഒരു ടാപ്പ് വെള്ളം പോലും ഒരു വർഷം കൂടുതലായിട്ട് പണിയുന്നില്ല, ഏർപ്പെടുത്തി കൊടുക്കുന്നില്ല. അന്നദാനം നടത്താൻ അവിടുത്തെ ഭക്തജന സന്നദ്ധ ട്രസ്റ്റുകളും എല്ലാവരും തയ്യാറാണ്. ദേവസ്വം ബോർഡ് അനുവദിക്കില്ല, ഗവൺമെൻറ് അനുവദിക്കില്ല. കാരണം എന്താ? വൻകിട ഹോട്ടൽ ലോബികൾ അവിടെയുണ്ട്. ഈ കോടിക്കണക്കിന് വരുന്ന അയ്യപ്പന്മാർ വന്നു പോകുന്നതിലൂടെ ലാഭം ഉണ്ടാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ലോബികൾ അവിടെ പ്രവർത്തിക്കുന്നുണ്ട്.
അപ്പോൾ അവരുടെ സമ്മർദ്ദത്തിന് വിധേയരായിട്ടാണ് ദേവസ്വം ബോർഡ് അന്നദാനം അനുവദിക്കാത്തത്, മറ്റാരെയും അന്നദാനം അനുവദിക്കാത്തത്. നല്ല നല്ല ആശുപത്രി അവിടെ ഉണ്ടായിരുന്നു. അമൃതാനന്ദമയി മഠം അവിടെ ആശുപത്രി നടത്തിക്കൊണ്ടിരുന്നതാണ്. ആ 3 വർഷങ്ങൾക്ക് മുമ്പ് അത് പൂട്ടി, അവർ തിരിച്ചുപോയി. അതുപോലെ അപ്പോളോ ആശുപത്രി ഉണ്ടായിരുന്നു, അവരും നിർത്തിയിട്ട് പോയി. അങ്ങ് കൽക്കട്ടയിൽ നിന്ന് സന്യാസി ശ്രേഷ്ഠന്മാർ, 100 കണക്കിന് സന്യാസി ശ്രേഷ്ഠന്മാർ, അവിടുത്തെ ഭാരത് ആശ്രമം, അവിടുന്ന് അവരിവിടെ വന്ന് സേവന പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നു, അവരും വരുന്നില്ല. ആരെയും അങ്ങോട്ട് അടുപ്പിക്കില്ല. അതിൻ്റെ അർത്ഥം എന്താണ്? ഈ ശബരിമലയിലേക്ക് ആരും വരരുത്. നിരവധി അയ്യപ്പന്മാരെ ശബരിമലയ്ക്ക് പോയവരെ ഞാൻ കണ്ടു. അവർ പറഞ്ഞൊരു കാര്യം, അവിടെ നിൽക്കുന്ന പോലീസുകാർ പറയുന്നത്, ഈ ശബരിമലയിൽ കുടിക്കാൻ വെള്ളമില്ലെന്നും ഒക്കെ അറിഞ്ഞുകൊണ്ടല്ലേ നിങ്ങൾ വന്നത്, ഇവിടെ വന്നാൽ മണിക്കൂറോളം ക്യൂ നിൽക്കണം നിങ്ങൾക്ക് അറിയാൻ പാടില്ലേ, ഇവിടെ വന്നാൽ കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടും ഉണ്ടെന്നുള്ളത് നിങ്ങൾക്ക് അറിയാൻ പാടില്ലേ, പിന്നെ എന്തിനാണ് നിങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നത് എന്ന് ചോദിക്കുന്നത് അവിടെ പല അയ്യപ്പ ഭക്തന്മാരും അവരുടെ അനുഭവമായിട്ട് പറയുന്നത് കേൾക്കുകയുണ്ടായി. ഇതൊരു നിസ്സാരമായിട്ട് തള്ളിക്കളയാവുന്നൊരു കാര്യമല്ല. ഒരു ഗൂഢശക്തികളുടെ പ്രവർത്തനം ശബരിമലയുടെ യശസ് തകർത്ത്, ശബരിമലയിൽ വന്നാൽ വെള്ളം കിട്ടില്ല എന്നും ദർശനത്തിന് സൗകര്യമില്ല എന്നും വരുത്തി തീർത്തു. ഈ ക്ഷേത്രത്തിലേക്കുള്ള ഈ ഭക്തജന പ്രവാഹത്തെ തടയണം എന്ന് ആഗ്രഹിക്കുന്ന ചില ഗൂഢശക്തികൾ ശബരിമലയിലുണ്ട് എന്ന് സാഹചര്യ തെളിവുകൾ വ്യക്തമാക്കുന്നു. ആരാണിത് എന്നുള്ളതിനെക്കുറിച്ചൊക്കെ പറയാൻ കഴിയും, അത് ഞാനിപ്പോൾ വെളിപ്പെടുത്തുന്നില്ല. പക്ഷേ അവരുടെ കയ്യിലെ ആയുധങ്ങളായിട്ട് മാറുകയാണ് ദേവസ്വം ബോർഡും സർക്കാരും ദേവസ്വം ബോർഡും അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നതെല്ലാം അയ്യപ്പന്മാർക്ക് യാതൊരു വിധത്തിലും പ്രയോജനം കിട്ടുന്നതല്ല. ഒരു തരത്തിലുള്ള സൗകര്യങ്ങളും ഉണ്ടാക്കാതെ ഈ ബുദ്ധിമുട്ടുകൾക്കിടയിൽ എങ്ങനെ പണം ഉണ്ടാക്കാം എന്നാണ് ആഗ്രഹിക്കുന്നത്. 400 കോടി രൂപയാണ് കഴിഞ്ഞ ഈ സീസൺ കാലത്ത് ലഭിച്ചത്. 400 കോടി രൂപയാണ്. രൂപ എത്ര കിട്ടുന്നു എന്നുള്ളതിൻ്റെ കണക്കുകളാണ് ഇവരെല്ലാവരും പത്രസമ്മേളനം നടത്തി പറയുന്നത്. എന്നാൽ എന്തെങ്കിലും സൗകര്യം ചെയ്തു കൊടുത്തതിനെ പറ്റിയല്ല പറയുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കുക, പമ്പയിൽ, വിശാലമായി കിടക്കുന്ന പമ്പയിൽ ലക്ഷക്കണക്കിന് ആളുകൾ ഉച്ച സമയത്ത്, നട്ടുച്ച വെയിൽ സ്ഥലത്ത് 4-5 മണിക്കൂർ അവരവിടെ തിക്കിലും തിരക്കിലും പെട്ട് നിൽക്കുകയാണ്. അവരെങ്ങോട്ട്, ഒരു മഴ വന്നാൽ അവരെങ്ങോട്ടേക്ക് കയറും? ഈ വെയിൽ, എരിവരിക്കൊള്ളുന്ന വെയിലത്ത് അവരെങ്ങനെ ഒരു തരത്തിലൊരു ആശ്വാസം കിട്ടത്തക്ക ഒരു തണൽ കിട്ടാൻ എങ്ങോട്ടേക്കാണ് മാറുക? ഇതൊക്കെ മാനുഷിക പ്രശ്നങ്ങളല്ലേ? മനുഷ്യാവകാശ കമ്മീഷൻ ഇടപെടേണ്ട കാര്യമാണ്. അമ്മമാർ അനുഭവിക്കുന്ന ഈ ദുഃഖവും ദുരിതവും കണ്ട് മനസ്സിലാക്കി വനിതാ കമ്മീഷൻ ഇടപെടണം. കുട്ടികൾ, ഒരു കുട്ടി മരിച്ചു, തള്ളലിലും തിക്കിലും തിരക്കിലും പെട്ടാണ് ഒരു കുട്ടി മരിച്ചത്, ശ്വാസം കിട്ടാതെയാണ് മരിച്ചത്. എന്നിട്ട് ഇവിടുത്തെ ബാലാവകാശ കമ്മീഷൻ ഇടപെടാം? ഇതൊക്കെ മാനുഷിക പ്രശ്നങ്ങളാണ്. മനുഷ്യത്വമുള്ള ഭരണാധികാരികളാണെങ്കിൽ ഇതിന് പരിഹാരം ഉണ്ടാവും. അതില്ല. രാജേട്ടൻ ഇപ്പോൾ ശബരിമലയിൽ ഒരു വർഷം 400 കോടിയിലേറെ രൂപ കിട്ടുന്നു എന്ന് പറഞ്ഞു. പക്ഷേ സർക്കാർ പറയുന്നത് നടവരവ് കുറഞ്ഞ ക്ഷേത്രങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് ഈ പണമെല്ലാം ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന നിലയിലുള്ള അഭിപ്രായം ഒരു തെറ്റിദ്ധാരണ പരത്തുന്ന രീതിയിൽ പ്രചരിപ്പിക്കുന്നുണ്ട്. 400 കോടി രൂപ വരുന്നത് ദേവസ്വം ബോർഡിനാണ്, ശരിയാണ്. 1300 പരം ക്ഷേത്രങ്ങളുടെ ദൈനംദിന കാര്യങ്ങൾ നോക്കണമെങ്കിൽ ഈ പണം കിട്ടണം. ഈ പണം കൂടി ഉപയോഗിച്ചേ പറ്റുള്ളൂ. പക്ഷേ ഈ 400 കോടി രൂപ എന്ന് പറയുന്നത് ഓരോ വർഷവും, അത് കുറേ വർഷങ്ങൾക്ക് മുമ്പ് 200 കോടിയായിരുന്നു, അത് 300ആയി, 400ആയി. ഭക്തജനങ്ങൾക്ക് വേണ്ടി എന്ത് സൗകര്യം ചെയ്തു കൊടുക്കുന്നു എന്നുള്ളതാണ്. ഇത് ഗവൺമെൻറ്റിൻ്റെ വരുമാനമല്ല, ഞാൻ പറഞ്ഞത് ദേവസ്വം ബോർഡ് വരുമാനമാണ്. ഇനി ഗവൺമെൻറ് വരുമാനമുണ്ട്. 20 ലക്ഷം വാഹനങ്ങൾ കേരളത്തിലൂടെ ഓടുന്നുണ്ട് ശബരിമല സീസൺ കാലത്ത്. അവർ പെട്രോൾ അടിക്കുമ്പോൾ എത്ര രൂപ വരും? ഗവൺമെൻറ് ഖജനാവിലേക്ക് എത്ര രൂപ പോകും? അവർ ആഹാരം കഴിക്കുമ്പോൾ, സാധന സാമഗ്രികൾ വാങ്ങുമ്പോൾ ഇത്രയധികം വാഹനങ്ങൾ ഈ കേരളത്തിൽ യാത്രക്കാർ വരുമ്പോൾ. ഇനി KSRTC 30% കൂടുതലാണ് KSRTC ഈടാക്കുന്നത്. KSRTCയുടെ വരുമാനം എന്താണ്? അതുപോലെ KSEB, എലക്ട്രിസിറ്റി ബോർഡ്, അവർക്ക് എന്തുമാത്രം വരുമാനമാണ്? ശബരിമലയിൽ യൂണിറ്റിന് 12 രൂപ, 10 രൂപ, ഇവിടെയൊക്കെ 4 രൂപയുള്ളൂ. ശബരിമല യൂണിറ്റ് ചാർജ് കൂടുതലാണ്. KSEB കൊള്ളലാഭം എടുക്കുകയാണ്. ഇനി വാട്ടർ അതോറിറ്റി, അവർ വെള്ളം പമ്പ് ചെയ്ത് നീലിമലയിൽ ഒരു വലിയ ടാങ്കിലാക്കും, അവിടെ നിന്ന് അപ്പാച്ചിമേട് വേറെ ടാങ്കിലാക്കും, അപ്പാച്ചിമേട് നിന്ന് മരക്കൂട്ടത്തിൽ വേറെയാക്കും. എന്തിനാണ് ഇതിൻ്റെ ആവശ്യം? ഇത് പണം കൂടുതൽ ദേവസ്വം ബോർഡിൽ വാങ്ങിക്കാനില്ല. അവിടെ നാച്ചുറൽ ഫ്ലോയിൽ വെള്ളം കിട്ടും. അവിടെ കുന്നാർ ഡാമിൽ നിന്ന് ശബരിമല സന്നിധാനത്തും പ്രദേശത്തും വെള്ളം നാച്ചുറൽ ഫ്ലോയിൽ കിട്ടുന്നതാണ്. അവിടെ നിന്ന് പൈപ്പിട്ട് താഴെ പമ്പയിലേക്ക് കൊടുത്തുകൂടെ? നാച്ചുറൽ ഫ്ലോയിൽ താഴെ, ഈ പമ്പ നേരെ താഴെയല്ലേ? എന്തിനാണ് ഈ ഇത്രയധികം മോട്ടോർ വെച്ച് കറണ്ട് എടുത്ത്? ഇലക്ട്രിസിറ്റി ബോർഡിന് നല്ല വരുമാനമാണ്, വാട്ടർ അതോറിറ്റിക്ക് നല്ല വരുമാനമാണ്, എല്ലാവർക്കും വരുമാനമാണ്. എല്ലാവരും അയ്യപ്പൻ കോളം എന്നതിന് പറയാറ്. എല്ലാവർക്കും ഇതൊരു കോളാണ്. അടിച്ച് പണം അയ്യപ്പന്മാരുടെ കയ്യിൽ നിന്ന് വസൂലാക്കുന്നതിനെക്കുറിച്ചുള്ള ചിന്തയാണ്. ഇതൊരു വാണിജ്യ കേന്ദ്രമാണ് അവർക്ക്, ഇതൊരു ടൂറിസ്റ്റ് കേന്ദ്രമാണ് അവർക്ക്, ഇതൊരു കച്ചവട സ്ഥാപനമാണ് ശബരിമല, കറവപ്പശുവാണ് ശബരിമല. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള
രീതിയിലുള്ള സമീപനം ഇത് മാറണം. മനുഷ്യത്വപൂർണമായ ഇവരൊക്കെ ഈ സീസൺ 3 മാസത്തിൽ 2.5-3 മാസത്തല്ലേ ഉള്ളൂ കൂടി വന്നാൽ. ബാക്കി 7 മാസം 8 മാസം എന്ത് ചെയ്യാണ്? 8-9 മാസം ഉണ്ടല്ലോ. ഈ അയ്യപ്പന്മാർക്ക് വേണ്ടി എന്തെങ്കിലും സൗകര്യങ്ങൾ അവിടെ ചെയ്തു കൊടുത്തുകൂടെ? പമ്പ മുഴുവൻ ഒരു വലിയ ഷെഡ് ഇട്ട് അവരെ ഈ തണലിൽ അവർക്ക് വിരിവെച്ച് സ്വൈരമായി ഒന്ന് കുളിച്ച് സ്വയമായിട്ട് റെസ്റ്റ് എടുക്കാനുള്ള സൗകര്യം ചെയ്തു കൊടുത്തുകൂടെ? നിലയ്ക്കൽ 250 ഏക്കർ ഭൂമിയുണ്ടല്ലോ, അവിടെ മുഴുവൻ വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ കഴിയില്ലേ? പമ്പയിൽ 50 ഏക്കർ ഭൂമി പമ്പയിൽ അളന്ന് തിട്ടപ്പെടുത്തി സർവേ ഡിപ്പാർട്ട്മെൻറ്റും ഫോറസ്റ്റും ദേവസ്വം ബോർഡും ജോയിൻറ്റ് സർവേ നടത്തി അളന്ന് തിരിച്ചിട്ടിട്ടുണ്ട്. എന്താ അത് അവിടെ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നുണ്ട്? എന്താ കുഴപ്പം? എന്താ അവിടേക്ക് വാഹനങ്ങൾ പോകാൻ അനുവദിക്കാത്തത്? എന്താണ്? KSRTCക്ക് ലാഭം ഉണ്ടാക്കാനാണ്. അപ്പോൾ ഇതെല്ലാം ദേവസ്വം ബോർഡും KSRTCയും എലക്ട്രിസിറ്റി ബോർഡും റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റും എല്ലാവരും കൂടി ഒരു കൂട്ട് കമ്പനിയാണ്. ശബരിമല അയ്യപ്പന്മാരുടെ ദുരിതമല്ല അവർക്ക് പ്രശ്നം, അവർക്ക് ഒരു സീസൺ കൊണ്ട് എത്രത്തോളം ലാഭമുണ്ടാക്കാം എന്നുള്ളതാണ് അവരുടെ ചിന്ത. അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ അയ്യപ്പ ഭക്തന്മാർക്ക് എന്നാണോ ശബരിമല ക്ഷേത്രത്തിൻ്റെ ഭരണ സംവിധാനത്തിൽ അവർക്ക് ഒരു അല്ലെങ്കിൽ അവർക്കൊരു പ്രാതിനിധ്യം ഉണ്ടാകുന്നത് അന്ന് മാത്രമേ ഇതിന് പരിഹാരം ഉണ്ടാവൂ. ഒരു വിശ്വാസിയായിട്ടുള്ള ശ്രീ നരേന്ദ്രമോദി അവിടെ ചെല്ലുന്ന അയോധ്യയിൽ ചെല്ലുന്നത് വിമർശന വിധേയമായിട്ട് കാണുന്ന കേരളം, അവിശ്വാസിയും അതോടൊപ്പം തന്നെ ക്ഷേത്രത്തിൽ പോയിട്ട് പുറംതിരിഞ്ഞു നിൽക്കുകയും ചെയ്യുന്ന കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് മന്ത്രിമാർ, ആ മന്ത്രിമാർ അവിടെ ചെല്ലുന്നത് എന്തിനു വേണ്ടി എന്ന ചോദ്യവും, വിശ്വാസികളുടെ ഭരണത്തിൽ അവിശ്വാസികളായിട്ടുള്ളവരും രാഷ്ട്രീയക്കാരും ഭരണകൂടവും എന്തിനിടപെടുന്നു എന്നുള്ള ചോദ്യവും ഈ സാഹചര്യത്തിൽ ഏറെ പ്രസക്തമായിട്ട് തോന്നുന്നില്ലേ? അയോധ്യയിൽ പ്രധാനമന്ത്രി പോകുന്നതിനെ അപലപിക്കുകയും തള്ളിപ്പറയുകയും ചെയ്യുന്നവരുണ്ട്. അവിടെ കേന്ദ്ര സർക്കാർ എന്തിനാണ് ഈ അയോധ്യ പ്രാണപ്രതിഷ്ഠാ ചടങ്ങുകൾ നടത്തുന്നതെന്ന് ചോദിക്കുന്നവരുണ്ട്. ഇതെല്ലാം ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. അയോധ്യ ഭരിക്കുന്നത് ഒരു സ്വതന്ത്ര പരമാധികാര ട്രസ്റ്റാണ്. ആ ട്രസ്റ്റ് പ്രധാനമന്ത്രിയെ ക്ഷണിച്ചു. ആ ട്രസ്റ്റ് തന്നെയാണ് സീതാറാം യെച്ചൂരിയെ ക്ഷണിച്ചു, ഖാർഗെ ക്ഷണിച്ചിട്ടുണ്ട്, നിരവധി ആളുകളെ ക്ഷണിച്ചിട്ടുണ്ട്. അവർ ചിലർ ക്ഷണം സ്വീകരിച്ചു, ചിലർക്ക് ഇത് പറ്റില്ല എന്ന് തോന്നിയിട്ടാകാം, വിശ്വാസം ഇല്ലാത്തതുകൊണ്ടാകാം ക്ഷണം നിരസിച്ചു. പക്ഷേ അവിടെ ഏത് ക്ഷേത്രത്തിലും ചടങ്ങുകൾക്ക് ക്ഷണിക്കാറുണ്ട്, രാഷ്ട്രീയ നേതാക്കന്മാരെയും മന്ത്രിമാരെയും ഒക്കെ ക്ഷണിക്കാറുണ്ട്. ക്രൈസ്തവ ദേവാലയത്തിൽ ക്ഷണിക്കാറുണ്ട്, മുസ്ലിം ദേവാലയത്തിൽ ക്ഷണിക്കാറുണ്ട്. എല്ലാവരും പോകുന്നില്ലേ? പിന്നെ അയോധ്യയിൽ ഈ പ്രധാനമന്ത്രി പോകുന്നതിന് എന്താ ഇത്ര വലിയ വിവാദമാക്കേണ്ട കാര്യം എന്താണ്? ശശി തരൂർ ഒരു കാര്യം പറഞ്ഞു, അതായത് അയോധ്യ ക്ഷേത്രത്തിൻ്റെ ഭരണകാര്യങ്ങളിൽ എന്തിനാണ് കേന്ദ്ര സർക്കാർ ഇടപെടുന്നത്? എന്തിനാണ് കേന്ദ്ര സർക്കാരിന് അവിടെ എന്ത് കാര്യം എന്നൊരു ചോദ്യം അദ്ദേഹം ചോദിച്ചു. അതൊരു തെറ്റാണ്, അദ്ദേഹത്തിൻ്റെ ആ ഒരു ആർഗ്യുമെൻ്റ് തെറ്റാണ്. അവിടെ കേന്ദ്ര സർക്കാർ ഇടപെടുന്നുമില്ല, കേന്ദ്ര സർക്കാരിന് അവരുടെ ഭരണനിർവഹണ കാര്യത്തിൽ യാതൊരു പങ്കുമില്ല. അതൊന്ന്. രണ്ട്, കേരളത്തെ സംബന്ധിച്ചിടത്തോളം ശശി തരൂരിൻ്റെ ആ ഒരു ആർഗ്യുമെൻ്റ് പ്രസക്തമാണ്. ഈ കേരളത്തിലെ ക്ഷേത്രഭരണ കാര്യങ്ങൾ എന്തിനാണ് കേരളത്തിലെ മന്ത്രിമാർ ഇടപെടുന്നു, ഗവൺമെൻറ് എന്തിനാണ് ഇടപെടുന്നു? അതേക്കുറിച്ച് ശശി തരൂർ എന്ത് പറയുന്നു? ശശി തരൂർ അതാണ് ചോദിക്കുന്നത്. ശശി തരൂർ കോൺഗ്രസ്സുകാരോട് ചോദിക്കണം, നിങ്ങൾ എന്തിനിടപെടുന്നു? അതെ, കാരണം ഇവിടെ ക്ഷേത്രത്തിൻ്റെ ഭരണകാര്യങ്ങളിൽ രാഷ്ട്രീയ പാർട്ടികളോ സർക്കാരോ ഇടപെടാൻ പാടില്ല എന്ന് KP ശങ്കരൻ നായർ കമ്മീഷൻ റിപ്പോർട്ടിൽ 1983 K കരുണാകരൻ മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ കൊടുത്തത് ചവറ്റുകൊട്ടയിൽ കളഞ്ഞവരാണ് കോൺഗ്രസ്സുകാർ. അത് പരിഗണിക്കുക പോലും ചെയ്തില്ല. ആ കോൺഗ്രസിൻ്റെ നേതാവാണ് ഇപ്പോൾ പറയുന്നത് ക്ഷേത്രഭരണ കാര്യങ്ങളിൽ രാഷ്ട്രീയ നേതാക്കൾ ഇടപെടാൻ പാടില്ല. അത് കേരളത്തിലാണ് കൂടുതൽ. കേരളത്തിലാണ് തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ ഈ സെക്രട്ടേറിയറ്റിൽ ഫയൽ നീങ്ങി ഉത്തരവിട്ടെങ്കിൽ, മന്ത്രി ഉത്തരവിട്ടെങ്കിൽ ഒരു കാര്യം നടക്കുള്ളൂ. ഒരു ക്ഷേത്രത്തിൽ, ശബരിമല ക്ഷേത്രത്തിൽ വികസനം നടക്കാത്തതിൻ്റെ കാരണം എന്താണ്? അവിടെ വനം വകുപ്പും ദേവസ്വം വകുപ്പും എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അത് പറഞ്ഞ് ഇട്ട് തട്ടി ശബരിമല ഒരു വികസനവും നടക്കുന്നില്ല, ഒരു അടിസ്ഥാന സൗകര്യങ്ങളൊന്നും ഏർപ്പെടുത്താൻ കഴിയുന്നില്ല. അതാണ് അവസ്ഥ. ഇത് സർക്കാരിൻ്റെ അനാസ്ഥ മൂലമാണ്. അപ്പോൾ സർക്കാരാണ് ഈ കാര്യത്തിൽ ഇവിടെ കേരളത്തിലെ ഭരണത്തിൽ ഇടപെടുന്നത്. അതുകൊണ്ട് വിശ്വാസമില്ലാത്ത, ദൈവനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യാൻ പോലും മടി കാണിക്കുന്നവരാണ് നമ്മുടെ ദേവസ്വം മന്ത്രി, നമ്മുടെ മന്ത്രിമാർ പലരും. പല MLA മാർ, ഹിന്ദു MLA മാർ ചേർന്നാണ് ദേവസ്വം മെമ്പർമാരെ തിരഞ്ഞെടുക്കുന്നത്, ഹിന്ദു മന്ത്രിമാർ ഒരുമിച്ച് ചേർന്നാണ് ദേവസ്വം പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുന്നത്. ശരിയാണ്, പക്ഷേ അവർക്ക് വിശ്വാസമില്ല. അവർക്ക് ദൈവത്തിൽ വിശ്വാസം ഇല്ലാത്തതുകൊണ്ട് ദൈവനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യാൻ മടി കാണിക്കുന്നവരാണ്. അങ്ങനെയുള്ള ആളുകൾ ചേർന്ന് ദേവസ്വം ക്ഷേത്രഭരണം ആര് നടത്തണമെന്ന് നിശ്ചയിക്കുകയും ക്ഷേത്രത്തിൽ വന്ന് അതിൻ്റെ കാര്യത്തിൽ ഇടപെടുകയും ചെയ്യുകയാണ്. ഞാൻ ചോദിക്കട്ടെ, ശബരിമല ക്ഷേത്രത്തിൻ്റെ ധ്വജപ്രതിഷ്ഠ ചടങ്ങുകളിൽ അന്ന് ദേവസ്വം മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രൻ പൂർണ്ണമായിട്ട് പങ്കെടുത്തിട്ടുണ്ട്. അതിൻ്റെ ചടങ്ങുകളിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട്.
അതിനെന്താ ഒരു കുഴപ്പമില്ലേ? ബിനോയ് വിശ്വം അതേക്കുറിച്ച് എന്ത് പറയുന്നു? ശബരിമല ക്ഷേത്രത്തിലും മാത്രമല്ല വേറെ പല പല ക്ഷേത്രത്തിലും ഗുരുവായൂർ ക്ഷേത്രത്തിലും ഒക്കെ മന്ത്രിമാർ പോയി അവിടെ നിന്ന് ചടങ്ങുകളിലെല്ലാം പങ്കെടുക്കുന്നുണ്ടല്ലോ, അത് പലതും ഉദ്ഘാടനം ചെയ്യുന്നുണ്ടല്ലോ, അതിലൊന്നും യാതൊരു കുഴപ്പമില്ല. അപ്പോൾ അയോധ്യയുടെ കാര്യത്തിലാണ് പ്രശ്നം. എന്താ അയോധ്യയുടെ കാര്യത്തിൽ ഇത്ര പ്രശ്നം ഉണ്ടാകേണ്ട കാര്യം എന്താ? അപ്പോൾ പറയും ബാബറി മസ്ജിദ് പൊളിച്ചിട്ടാണ്. പക്ഷേ ഇവിടുത്തെ മുസ്ലിം സഹോദരന്മാർക്ക് പോലും ഇല്ലാത്തൊരു പ്രശ്നം ഇപ്പോൾ കുത്തിപ്പൊക്കേണ്ട കാര്യം എന്താ? മുസ്ലിം സഹോദരന്മാരുടെ കാര്യത്തിൽ അവരുടെ വികാരങ്ങൾ വിശ്വാസം പരിഗണിച്ചുകൊണ്ട് തന്നെയാണ് മറ്റൊരു പള്ളി അവിടെ പണിയാണ്. 5 ഏക്കർ സ്ഥലത്ത് പള്ളി പണിയുകയാണ്. BJPയുടെ നിലപാടതാണ്, കേന്ദ്ര സർക്കാരിൻ്റെ നിലപാടാണ്. പള്ളിയും വേണം അമ്പലവും വേണം. രണ്ടു കൂട്ടർക്കും സ്വീകാര്യമായ രീതിയിൽ അവരുടെ വിശ്വാസങ്ങൾ ഭഞ്ചിക്കാതെ അവരെ എല്ലാവരെയും വികാരങ്ങളെ മാനിച്ചുകൊണ്ട് ഒരു നടപടിയിലേക്ക് പോകുമ്പോൾ ഇവിടെ കുത്തിത്തിരിപ്പുണ്ടാക്കുകയാണ്. മുസ്ലിങ്ങളും ഹിന്ദുക്കളെയും തമ്മിൽ തെറ്റിക്കുക എന്നുള്ളതാണ് വാസ്തവത്തിൽ ഇവിടുത്തെ കോൺഗ്രസ് നേതാക്കൾ ചെയ്യുന്നത്. കോൺഗ്രസ് നേതാക്കൾ ഇത് പറയുന്നതുകൊണ്ട് അവരുടെ ഉദ്ദേശം ഈ മുസ്ലിം ഫണ്ടമെൻ്റലിസ്റ്റുകൾ, വർഗീയവാദികൾ ആയിട്ടുള്ള തീവ്രവാദികളായിട്ടുള്ളവർ അവരുടെ മുഴുവൻ പിന്തുണ ആർജിക്കാൻ വേണ്ടിയിട്ടാണ് ഇതെല്ലാം പറയുന്നത്. ഇതിലൊരർത്ഥവുമില്ല. ശബരിമല ക്ഷേത്രത്തിൽ ഇന്ന് പൊതുവേ സ്വീകാര്യമാണ്. പണ്ടൊക്കെ ഒരു കമ്മ്യൂണിസ്റ്റുകാരനും പോവില്ലായിരുന്നു. ശബരിമല ക്ഷേത്രത്തിൽ പോയതിൻ്റെ പേരിൽ അച്യുതാനന്ദൻ ആലപ്പുഴയിൽ പാർട്ടി ഓഫീസിലിരുന്ന് 2-3 അയ്യപ്പ ഭക്തന്മാരെ ഇറക്കി വിട്ടതാണ് മലയ്ക്ക് പോയതിൻ്റെ പേരിൽ. ഇതൊക്കെ പഴയ കാലങ്ങളാണ്. പക്ഷെ ഇപ്പോൾ കാലം മാറി. ഇനി അയോധ്യയിലും സീതാറാം യെച്ചൂരി പോകും, യാതൊരു സംശയവുമില്ല. ഇതൊക്കെ കാലം മാറി വരികയാണ്. എല്ലാവരും പൊക്കോളും. ശശി തരൂരിൻ്റെ സംശയങ്ങളും നീങ്ങും. ശബരിമല കേന്ദ്ര സർക്കാർ ഏറ്റെടുക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഏറ്റെടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ അവിടെ ഈ അതിനുവേണ്ടിയുള്ളൊരു സംവിധാനമാണ് പലരും ഒരുക്കുന്നത് എന്ന് ഇപ്പോൾ പുതുതായിട്ട് അവരോധിതനായിട്ടുള്ള സംസ്ഥാന മന്ത്രി ശ്രീ KB ഗണേഷ് കുമാർ മന്ത്രിസ്ഥാനം കിട്ടുന്നതിന് മുമ്പായിട്ട് പറഞ്ഞു. അപ്പോൾ എന്തോ ഇവിടെ കുഴപ്പമുണ്ടെന്ന് പുള്ളി സമ്മതിക്കുകയാണ്. ശബരിമല ക്ഷേത്രത്തിൽ എന്തോ ഒക്കെ പ്രശ്നങ്ങളുണ്ട്. അത് ഒരുപക്ഷെ കേന്ദ്രം ഏറ്റെടുക്കേണ്ടി വന്നേക്കാം. ചില കേസുകൾ കേൾക്കാമല്ലോ, ലോക്കൽ പോലീസ് അന്വേഷിച്ച് കിട്ടുന്നില്ല, CBI ഏൽപ്പിക്കണം എന്ന് പറയാറുണ്ട്. എന്ന് പറയുന്നത് പോലെ ഇപ്പോൾ ആളുകൾ ഓരോരുത്തരും ആവശ്യപ്പെടുന്നുണ്ടായിരിക്കും കേന്ദ്രം ഏറ്റെടുക്കണമെന്ന്. കാരണം ഇത് കേരള ഗവൺമെൻറ് പരാജയപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ എന്താ മാർഗം? ജനങ്ങൾക്ക് അയ്യപ്പന്മാരോട് ആരോട് ചോദിച്ചാലും പറയും ഇതെങ്ങനെയെങ്കിലും ഇതൊന്ന് കേന്ദ്രം ഏറ്റെടുത്ത് ഞങ്ങളുടെ ഈ ദർശന സൗകര്യങ്ങളൊന്ന് സുഗമമാക്കി തരണേ എന്ന് ഓരോ അയ്യപ്പന്മാരും ആവശ്യപ്പെടുന്നുണ്ട്. പക്ഷേ അതൊരു നിയമപ്രശ്നമാണ്. അങ്ങനെ ഏറ്റെടുക്കുന്നതൊന്നും കേന്ദ്ര ഗവൺമെൻറ് ആഗ്രഹിച്ചിട്ടുമില്ല, അതിനെക്കുറിച്ചൊന്നും ചിന്തിച്ചിട്ട് പോലുമില്ല. ഇവിടുത്തെ പ്രശ്നം അതല്ലല്ലോ. ഇവിടെ കേരള സർക്കാർ എന്തുകൊണ്ട് ഈ കാര്യത്തിൽ പരാജയപ്പെട്ടു എന്നുള്ളതിനെ കുറിച്ച് ഗണേഷ് കുമാറിന് എന്താ പറയാനുള്ളത്? അത് പറയൂ. അവിടുത്തെ അയ്യപ്പന്മാർക്ക് കുടിക്കാൻ വെള്ളം കൊടുക്കാത്തത് എന്തുകൊണ്ട്? ചോദ്യം അതാണ്. ആഹാരം കഴിക്കാനുള്ള മാർഗം എന്തുകൊണ്ട് ഉണ്ടാക്കുന്നില്ല? അതേക്കുറിച്ച് പറയൂ അഭിപ്രായം. ഈ പിക്ചറിലെങ്ങും ഇല്ലാത്ത കേന്ദ്രത്തെ വലിച്ചഴിച്ച് ഈ വിഷയത്തിൽ കൊണ്ടുവന്നിട്ട് ആശയക്കുഴപ്പം ഉണ്ടാക്കാൻ എന്തിനാണ് ശ്രമിക്കുന്നത്? അതുകൊണ്ട് KB ഗണേഷ് കുമാറെ സ്വാമിയെ ശരണമയ്യപ്പ എന്ന് വിളിച്ച് അയ്യപ്പന്മാരുടെ ആ കണ്ണുനീർ കണ്ട് അവരെ സമാശ്വസിപ്പിച്ച് അവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തു കൊടുക്കുന്നതിനെ പറ്റി ആലോചിക്കുക. ഹൈക്കോടതി പോലും അവധി ദിവസങ്ങളിൽ പോലും സിറ്റിംഗ് നടത്തി സർക്കാരിനോട് ഇന്നത് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് പോലും ശബരിമലയുടെ അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കാൻ സർക്കാർ അങ്ങേയറ്റത്തെ വിമുഖത കാണിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നു. അതേസമയത്ത് 2018 യുവതീ പ്രവേശനം എന്ന് പറയുന്ന ഒരു വിധിയുടെ പശ്ചാത്തലത്തിൽ അവിടെ അമിതാവേശം കാണിച്ച് അവിടുത്തെ ആചാരങ്ങളെ ലംഘിക്കുന്ന രീതിയിലുള്ള പ്രവൃത്തി നടത്താനും ഈ സർക്കാർ തയ്യാറായത് നമ്മുടെ മുമ്പിലുണ്ട്. ഇതിനെ രണ്ടിനെയും, ഈ ഇരട്ടത്താപ്പിനെ അങ്ങ് എങ്ങനെയാണ് പ്രേക്ഷക സമക്ഷം അവതരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്? കഴിഞ്ഞ ആചാര സംരക്ഷണത്തിന് വേണ്ടി അയ്യപ്പ ഭക്തന്മാർ ജീവൻ കൊടുത്തവരാണ്, ചോര കൊടുത്തവരാണ്. ശബരിമലയുടെ സംരക്ഷണത്തിന് വേണ്ടി ഒട്ടേറെ ത്യാഗം സഹിച്ചവരാണ്. അവരെ മുഖത്ത് നോക്കി പുച്ഛിക്കുകയും കാർക്കിച്ച് തുപ്പുകയും ചെയ്യുന്ന നയമാണ് സർക്കാരിൻ്റേത്. ഒരു പുല്ല് വില പോലും കൽപ്പിക്കാതെ അവിടെ കൂടി അയ്യപ്പ ഭക്തന്മാർ ശരണം പോലും വിളിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് അവരെയൊക്കെ കൈക്കും കാലിനും പിടിച്ച് വലിച്ചിഴച്ച് കൊണ്ടുപോയത് നമ്മളന്ന് കണ്ടതാണ്. ശബരിമലയിൽ അത്ര കണ്ട് അതിക്രമങ്ങൾ കാട്ടിയ പോലീസുകാർ അയ്യപ്പന്മാർക്ക് വേണ്ടി എന്തെങ്കിലും സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നതിനെക്കുറിച്ച് എന്താ ചിന്തിക്കാതെ? അന്ന് പലരെയും അവിടെ ക്ഷണിച്ചു കൊണ്ടുവരാൻ വലിയ താല്പര്യം കാണിച്ചിരുന്നല്ലോ. അപ്പോൾ അന്നത് ഇന്ന് അയ്യപ്പന്മാർക്ക്, അവിടെ എത്തുന്ന അയ്യപ്പന്മാർക്ക് ഒരു സൗകര്യം ചെയ്തു കൊടുക്കാതെ എങ്ങനെ അയ്യപ്പന്മാർ വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളിലാണ് അവർ വ്യാപകരായിരിക്കും. 18-ാം പടിയിൽ നല്ല പരിശീലനം സിദ്ധിച്ച ആളുകളുണ്ടെങ്കിൽ പരിഹരിക്കാവുന്ന പ്രശ്നമേ ഇപ്പോൾ അവിടെയുള്ളൂ. ഒരു മിനിറ്റിൽ 100-110 പേരെ കയറ്റാൻ കഴിയും പരിശീലനം സിദ്ധിച്ചവർ അവിടെ ഉണ്ടെങ്കിൽ.
ഇപ്പോൾ പോലീസിൽ റിക്രൂട്ട് ചെയ്ത് പുതുതായിട്ട് വന്നിരിക്കുന്ന കുറേ ആൾക്കാരെ അവിടെ കൊണ്ട് നിർത്തിയാലും സാധിക്കില്ല. മലമിടുക്കുകളിൽ ഹിമാലയത്തിലും മറ്റും വൈഷ്ണവ ക്ഷേത്രത്തിലും അതുപോലെ കുംഭമേളയിലും ഒക്കെ പോയി നിന്ന് ക്രൗഡ് മാനേജ്മെൻറ്റ് ഇവിടുത്തെ തിക്കും തിരക്കും നിയന്ത്രിച്ചിരിക്കുന്ന കഴിവുള്ള നല്ല കേന്ദ്ര സേനാംഗങ്ങളുണ്ട്. അവരെ 18-ാം പടി ഏൽപ്പിക്കണം. അങ്ങനെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അവിടുത്തെ പ്രശ്നം തീരും. പക്ഷേ അതിലല്ല ശ്രദ്ധ. ഇവിടെ ഇപ്പോൾ എന്തെങ്കിലും സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ ഇപ്പോൾ 2018 വെള്ളപ്പൊക്കം ഉണ്ടായി. വെള്ളപ്പൊക്കം ഉണ്ടായതിനു ശേഷം ഇന്നിപ്പോൾ 2023 24 എന്താ ഇത്രയും വർഷം കൊണ്ട് ആ പമ്പയാറ്റിൽ നിന്ന് വാരിയെടുത്ത മണലും എല്ലാ സാധനവും എടുത്ത് കരക്കിട്ടിരിക്കുകയാണ്. അവിടെയൊക്കെ വണ്ടി പാർക്ക് ചെയ്യാൻ പറ്റുന്ന സ്ഥലങ്ങളാണ്, അയ്യപ്പന്മാർക്ക് വിരിവെക്കേണ്ട സ്ഥലങ്ങളാണ്. അയ്യപ്പന്മാർക്ക് അവകാശപ്പെട്ട അവർക്ക് വിരിവെച്ച് സ്വതന്ത്രമായി റെസ്റ്റ് ചെയ്യേണ്ട സ്ഥലങ്ങൾ മുഴുവൻ കൈയടക്കി അത് മുഴുവൻ വികലമാക്കിയിട്ടിരിക്കുകയാണ്. എന്താ അതിനൊരു പരിഹാരം ഉണ്ടാകാത്തത്? അപ്പോൾ അതുപോലെ തന്നെ ഏതാണ്ട് 50,000-ഓളം അയ്യപ്പന്മാർക്ക് വിരിവെക്കാൻ കഴിയുമായിരുന്ന വൻ ഷെഡാണെന്ന് ഒലിച്ചു പോയത്. എന്താ പുതിയൊരെണ്ണം പണിയാത്തത്? എന്താണ്? ഇത്രയും വർഷമായില്ലേ, 2018 ശേഷം ഇത്രയും വർഷമായില്ലേ, 5 വർഷം കഴിഞ്ഞില്ലേ? എന്താ അയ്യപ്പന്മാർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തു കൊടുക്കുന്നതിനെ കുറിച്ച് എന്താ ചിന്തിക്കാതെ? പോലീസ് സേന എന്തുകൊണ്ട് അതിനനുസരിച്ച് നവീകരിക്കുന്നില്ല? നല്ല പോലീസ് ഉദ്യോഗസ്ഥന്മാരെ എന്തുകൊണ്ട് അങ്ങോട്ടേക്ക് വയ്ക്കുന്നില്ല? ശബരിമല ക്ഷേത്രത്തിൽ അവിടുത്തെ അയ്യപ്പന്മാർക്ക് വേണ്ടി പ്രവർത്തിച്ച് പ്രശംസനീയമായ നിലയിൽ സേവനം നടത്തിയിട്ടുള്ള ആ നിലയിൽ അംഗീകാരം നേടിയിരിക്കുന്ന വലിയ വലിയ പോലീസ് ഉദ്യോഗസ്ഥന്മാരുണ്ട്. എന്താ അവരെ അങ്ങോട്ട് അടുപ്പിക്കാത്ത? ഞാൻ പേരൊന്നും പറയുന്നില്ല. എന്താ ആരെയും അങ്ങോട്ട് അടുപ്പിക്കുന്നില്ലല്ലോ. അപ്പോൾ ഇതിൻ്റെ ഒക്കെ പിന്നിൽ എന്തോ ചില ഹിഡൻ അജണ്ടകളുണ്ട്, ചില ഗൂഢപദ്ധതികളുണ്ട്. അത് അയ്യപ്പന്മാർ തിരിച്ചറിയുന്നു. തീർച്ചയായിട്ടും അത് അയ്യപ്പന്മാരോട് നടക്കില്ല, ശബരിമലയിൽ നടക്കില്ല. ശബരിമലയിൽ അയ്യപ്പന്മാരെ ദ്രോഹിച്ച എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട് സമ്മാനം, യാതൊരു സംശയവുമില്ല. ശബരിമലയിൽ അയ്യപ്പന്മാരെ ദ്രോഹിച്ചിട്ടുള്ളവർ, അവർക്ക് കുടിക്കാൻ വെള്ളം കൊടുക്കാതെ കഴിക്കാൻ ആഹാരം കൊടുക്കാതെ കഷ്ടപ്പെടുത്തിയിട്ടുള്ളവർ ആരായിരുന്നാലും അതിൻ്റെ ശിക്ഷ വേറെ കിട്ടും. ഞാൻ ഉറച്ചു വിശ്വസിക്കുന്ന ഒരാളാണ്. കേരളത്തിൻ്റെ DGP ആയിരുന്ന ശ്രീ A. ഹേമചന്ദ്രൻ IPS, അദ്ദേഹത്തിൻ്റെ ആത്മകഥ നീതി എവിടെ എന്ന ആത്മകഥയിൽ പറയുന്നു, അയ്യപ്പന്മാരെ അവിടെ മതമൗലികവാദികളായിട്ടാണ് ഇവിടുത്തെ സർക്കാർ ചിത്രീകരിച്ചത് എന്ന് പറയുന്നു. ഇവിടെ യഥാർത്ഥത്തിൽ ഭക്തി ഇല്ല, ചൂഷണം മാത്രമാണ് ഈ സർക്കാരിൻ്റെ ലക്ഷ്യം, ശബരിമലയോടുള്ള ലക്ഷ്യം എന്ന അങ്ങയുടെ വാക്ക് കൂടുതൽ യാഥാർത്ഥ്യമാവുകയില്ലേ ഇത്തരത്തിലുള്ള കാര്യങ്ങളിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നു? അതായത് പുണ്യം പൂങ്കാവനം പോലെയുള്ള പദ്ധതികൾ അവിടെ നടപ്പിലാക്കാൻ വേണ്ടി പോലീസ് സേനയിൽ ഉള്ളവർ തന്നെ താല്പര്യമെടുത്ത് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തു. കാരണം ഇപ്പം തകർന്നു പോയത് ഒരു എക്കോ സിസ്റ്റമാണ്. അതായത് പോലീസ് അയ്യപ്പന്മാരെന്നാണ് വിളിക്കുന്നത്. അതെ, അയ്യപ്പന്മാരവിടെ വന്നു കഴിഞ്ഞാൽ പോലീസ് അയ്യപ്പ, ചുമടയ്യപ്പ, ചുമടെടുത്തുകൊണ്ട് പോകുന്നതിൻ്റെ ചുമടയ്യപ്പ എന്നൊക്കെ പറഞ്ഞു ഉണ്ടായിരുന്ന ഒരു ഹൃദയബന്ധവും ഒരു സ്നേഹബന്ധവും ഉണ്ടായിരുന്നു, എക്കോ സിസ്റ്റം ഉണ്ടായിരുന്നു, ഒരു ആവാസ വ്യവസ്ഥ. അത് തകിടം മറിഞ്ഞു. ഇപ്പോൾ വ്രതം നോറ്റ് വരുന്ന പോലീസ് അയ്യപ്പന്മാരെ ആരെങ്കിലും കാണാൻ പറ്റുമോ? വ്രതം നോറ്റ് വരുന്നവർ പണ്ട് വ്രതം നോറ്റ് വരുന്ന താടിയൊക്കെ വളർത്തി ഭസ്മമൊക്കെ പൂശി അങ്ങനെയൊക്കെ നിൽക്കുന്ന ആ പോലീസ് അയ്യപ്പനെ കണ്ടാൽ തന്നെ അയ്യപ്പന്മാർ എത്രയോ താല്പര്യത്തോടുകൂടി സ്നേഹത്തോടുകൂടി ആ ഒരു ഹൃദയബന്ധം, ഒരു വൈകാര്യമായൊരു ഐക്യം, അതൊക്കെ നഷ്ടപ്പെട്ടു പോയി. ഇപ്പോൾ യാന്ത്രികമാണ്. പോലീസുകാർ ഡ്യൂട്ടിയാണ്, അവർ പോലീസ് ഡ്യൂട്ടി ചെയ്യുകയാണ്, സേവനമല്ല. അവരുടെ ജോലിയാണ് ചെയ്യുന്നത്. എല്ലാവരും ജോലി ചെയ്യുകയാണ്. കച്ചവടം നടത്തുന്നവർ കച്ചവടക്കാരൻ്റെ ജോലി ചെയ്യും, മറ്റുള്ളവരെല്ലാം. മറ്റത് അങ്ങനെ ആയിരുന്നില്ല. മൊത്തം ഒരു വിശ്വാസത്തിൻ്റെ സങ്കല്പത്തിൻ്റെ ഒരു എന്തെന്നില്ലാത്തൊരു വലിയ നല്ലൊരു അന്തരീക്ഷം. സ്വാമിയെ എന്ന് വിളിച്ചു കൊടുത്ത എല്ലാവരും കൂടി ശരണം വിളിച്ച് മല കയറുകയും അക്കൂട്ടത്തിൽ എന്ത് സഹായവും ചെയ്യാൻ നിൽക്കുന്ന മറ്റയ്യപ്പന്മാർ, സേവന വോളണ്ടിയർമാർ, ഇതെല്ലാം നമുക്കവിടെ കാണാൻ കഴിയുമായിരുന്നു. വാസ്തവത്തിൽ തമിഴ്നാട്ടിൽ നിന്നും ആന്ധ്രയിൽ നിന്നൊക്കെ വരുന്നവർക്ക് അവിടെ ഒരു ചെറിയ പാത്രത്തിൽ ചില ആഹാരം വെച്ചുണ്ടാക്കി അയ്യപ്പന്മാർക്ക് കൊടുക്കുന്നത് വലിയൊരു പുണ്യകരമായിട്ടാണ് അവർ കരുതുന്നത്. ഇന്നത് സമ്മതിക്കില്ല. കുടിക്കാൻ വെള്ളം കൊടുക്കാൻ അവർ തയ്യാറാണ്, സമ്മതിക്കില്ല. കാരണം ഈ സേവനം ചെയ്യുക, അയ്യപ്പന്മാർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുക, ഇതായിരുന്നു ഒരു കാലത്തുണ്ടായിരുന്ന ഒരു രീതി. അതൊക്കെ ഇപ്പോൾ മാറി. ഇപ്പോൾ കൊമേഴ്സ്യൽ, ഇപ്പോൾ എല്ലാം വാണിജ്യമാണ്, കച്ചവടമാണ്. ഇത് ലാഭക്കൊയ്ത്താണ്, കൊള്ളലാഭമുണ്ടാക്കുന്നതിനെക്കുറിച്ചാണ്, ചൂഷണമാണ്. ഇവിടെ ഇതിന് പരിഹാരം യഥാർത്ഥത്തിൽ ശബരിമലയുടെ 18-ാം പടിയുടെ വീതി കൂട്ടുകയും ഭക്തരെ നിയന്ത്രിക്കുകയും പോലെയുള്ള ഇടതുപക്ഷ സമീപനത്തോടു കൂടിയുള്ള കാര്യങ്ങളാണോ ഇതിന് പരിഹാരം?
അവിടെ ഇപ്പോഴത്തെ അവസ്ഥയിൽ 18-ാം പടി വീതി കൂട്ടണോ വേണ്ടയോ എന്നുള്ളതല്ല വിഷയം. 18-ാം പടിയിൽ പരമാവധി ആളുകളെ കയറ്റി കൊണ്ടുപോകാൻ എങ്ങനെ സാധിക്കുമെന്നുള്ളതിനെക്കുറിച്ചാണ് ചിന്തിക്കേണ്ടത്. അതിന് പരിശീലനം കിട്ടിയ നല്ല കഴിവുള്ള ഈ കാര്യത്തിൽ മുൻ പരിചയമുള്ള ആളുകളെ, സേനാംഗങ്ങളെ അവിടെ വെക്കുക എന്നുള്ളത് തന്നെയാണ്. അതുപോലെ തന്നെ ആ 18-ാം പടിയുടെ മുമ്പിൽ ഒരു വലിയ പില്ലർ വാർത്ത് വെച്ചിട്ടുണ്ട്. അവിടെ നിന്നുകൊണ്ട് പോലീസുകാർക്ക് ഈ ആളുകളെ കയറ്റി വിടാൻ പറ്റുന്നില്ലെന്ന് അവർ തന്നെ പരാതി പറയുന്നു. എന്നെങ്കിൽ ആ പില്ലർ എന്തിനാ അവിടെ വെക്കണം? ആ പില്ലർ എടുത്ത് ഊരക്കളയരുത്. ഭക്തജനങ്ങളുടെ താല്പര്യമാണ് വലുതെങ്കിൽ പില്ലറിൻ്റെ താല്പര്യമാണോ അതോ ഏതാ പരിഹരിക്കേണ്ടത്? പെട്ടെന്ന് നടപടി സ്വീകരിക്കാൻ കഴിയുന്ന ഒരു ക്വിക്ക് ആക്ഷൻ ഉള്ള ഒരു ഭരണാധികാരി ഉണ്ടാകണം. 2, ശബരിമലയിൽ ഏത് കാര്യത്തിന് ഉത്തരം പറയാൻ പറ്റുന്ന ആരാ ഉള്ളത്? ഈ വക പ്രശ്നങ്ങൾക്ക് ഉത്തരം കൊടുക്കാൻ അവിടെ ഒരു നമ്പർ 1 ഉണ്ടോ? ഇല്ലല്ലോ. എല്ലാവരും അങ്ങോട്ട് ഈ തീർത്ഥാടനങ്ങൾ തുടങ്ങിക്കഴിഞ്ഞാൽ വല്ല പ്രശ്നമുണ്ടായി ഓടി വരും. അല്ലാതെ ബാക്കിയുള്ളവർ ആരാ അവിടെ ഉള്ളത്? പണ്ട് ഇവിടെ ദേവസ്വം ബോർഡ് ഇല്ലാതിരുന്നൊരു കാലത്ത് ശബരിമല തീർത്ഥാടനം നടന്നിട്ടുണ്ട്, ഒരു കുഴപ്പവും കൂടാതെ. അന്ന് കെ ജയകുമാർ അദ്ദേഹത്തിൻ്റെ ഭരണത്തിലായിരുന്നു. അദ്ദേഹം എന്നും അവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹം പറയാൻ ഒരു ആൻസറബിളായിട്ട് ഒരാളുണ്ട്. ഏത് കാര്യവും ചോദിച്ചാൽ അത് അവിടെ വനം വകുപ്പായിട്ടാണോ, ദേവസ്വം വകുപ്പായിട്ടാണോ, PWD ആയിട്ടാണോ, വാട്ടർ അതോറിറ്റി ആണോ, എലക്ട്രിസിറ്റി ബോർഡാണോ, ഏത് വകുപ്പുമായിട്ടും നിർദ്ദേശം കൊടുക്കാൻ തട്ട കരുത്തുള്ള, അധികാരമുള്ള, അർഹതയുള്ള ഒരു ആൻസറബിളായിട്ടൊരാളുണ്ടായിരുന്നു. ആ തീർത്ഥാടനത്തിൽ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ലല്ലോ. ഇപ്പോഴെന്താ ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാകുന്നതിൻ്റെ കാരണം എന്താ? തമ്മിൽ കോർഡിനേഷൻ ഇല്ല, തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആശയവിനിമയമില്ല. പോലീസ് ഒരു ഭാഗത്ത്, ദേവസ്വം ബോർഡ് വേറൊരു ഭാഗത്ത്, വെർച്വൽ ക്യൂവിൻ്റെ പ്രശ്നം, ആ പ്രശ്നം ഈ പ്രശ്നം ദിവസവും പ്രശ്നമാണ്. പരിഹരിക്കാൻ ആരുമില്ല, പ്രശ്നങ്ങളോട് പ്രശ്നമാണ്. ഇതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. തിരുപ്പതി ക്ഷേത്രത്തിൽ പോയി മടങ്ങി വരുന്ന ഒരാൾ പോലും പരാതി പറഞ്ഞിട്ടില്ല. പക്ഷേ അവിടെയും 10 മണിക്കൂറും 12 മണിക്കൂറും അവരും ക്യൂ നിന്നിട്ടുണ്ട്. ആ ക്യൂ നിന്നിരിക്കുന്ന തിരുപ്പതിയിലെ ഒരു ഭക്തൻ പോലും ഞങ്ങൾക്ക് പ്രയാസമായിരുന്നു, ബുദ്ധിമുട്ടായിരുന്നു, ഇനി ഞങ്ങൾ അങ്ങോട്ടേക്ക് പോയില്ല എന്നൊന്നും പറയാറില്ല. ഇനിയും പോകുമെന്നാണ് പറയുന്നത്. കാരണം ആ തീർത്ഥാടനം സുഗമമാണ്. അതിന് ആവശ്യം അവിടെ ക്രൗഡ് മാനേജ്മെൻറ്റാണ്. ഇവിടെ ക്രൗഡ് കൺട്രോളാണ്. ക്രൗഡ് കൺട്രോളും മാനേജ്മെൻറ്റും രണ്ടാണ്. ക്രൗഡ് കൺട്രോൾ എന്ന് പറഞ്ഞാൽ വഴി നീളെ തടഞ്ഞിടുക, കൺട്രോൾ ചെയ്യുകയാണ്. എന്തിനായി തടഞ്ഞിടുന്നത്? അതേ ഉള്ളൂ. ഇവർക്ക് തിക്കും തിരക്കും കുറയ്ക്കാൻ എന്താ? തടഞ്ഞിടുക, കയറ് കിട്ടുക, തടഞ്ഞവിടെ ഇടുക, മണിക്കൂറുകളോ അതിൻ്റെ അകത്ത് കിടക്കുക. ഇതാണോ ആവശ്യമായിട്ട്? മാനുഷിക പരിഗണന വേണം. അപ്പോൾ അതുകൊണ്ട് ശബരിമലയെ സംബന്ധിച്ചിടത്തോളം 18-ാം പടി വീതി കൂട്ടണോ വേണ്ടയോ എന്നുള്ളതിനെ സംബന്ധിച്ചിടത്തോളം ഉത്തരം പറയേണ്ടത് ഞാനല്ല. അത് തന്ത്രിമുഖ്യനുണ്ട്, വാസ്തുവിദ്യാ വിദഗ്ധന്മാരുണ്ട്, ക്ഷേത്രത്തിൻ്റെ കണക്കുകളൊക്കെ ആയിട്ട് അതിന് ബന്ധപ്പെട്ടതാണ്. 18 മലകളുടെയും പ്രതീകങ്ങളായിട്ടാണ് ഈ 18 പടികളെ, പടിപൂജയൊക്കെ അതിന് വേണ്ടിയിട്ടുള്ളതാണ്. ഇങ്ങനെ പല വിശ്വാസത്തിൻ്റെയും തന്ത്രശാസ്ത്രത്തിൻ്റെയും വാസ്തുവിദ്യയുടെയും ഒക്കെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് ഉത്തരം പറയേണ്ട ഒരു കാര്യമാണ്. അത് വേറൊരു വിഷയമാണ്. പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ ഈ പ്രശ്നം ഇപ്പോൾ ഇങ്ങനെ തന്നെ പരിഹരിക്കാവുന്നതാണ്. ഇത് ചോദിച്ചു വാങ്ങിച്ച ഒരു പ്രശ്നമാണ്, അല്ലാതെ ഇത് ആർക്കും പരിഹരിക്കാൻ വയ്യാത്ത വിധത്തിലുള്ള ഒരു പ്രശ്നമൊന്നുമല്ല. ഇത് പരിഹരിക്കാൻ സൃഷ്ടിച്ചതാണ്. ഇത് ചോദിച്ചു വാങ്ങിച്ചതാണ്. ഇത് തന്നെ സൃഷ്ടിച്ചവർ തന്നെ ആ പ്രശ്നത്തിൻ്റെ ഇരകളായി തീരുകയാണ്. അതാണ് അവിടുത്തെ ഒരു വലിയൊരു വസ്തുതയാണ്. നമ്മളിപ്പോൾ ഇടതുപക്ഷ സർക്കാരിൻ്റെ ചില ശ്രമങ്ങളെക്കുറിച്ച് നമ്മൾ പറഞ്ഞു. പക്ഷേ ഇവിടുത്തെ കോൺഗ്രസ് നേതൃത്വം നൽകുന്ന UDF ഈ ശബരിമലയോട് ആത്മാർത്ഥത കാണിച്ചിട്ട് ഈ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി ഇന്നേ വരെ ശ്രമിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ അതും ശരിയല്ലേ ഈ കേരളത്തിൻ്റെ പശ്ചാത്തലത്തിൽ? LDFും UDFും മാറി മാറി കേരളം ഭരിച്ചവരാണ്, ദേവസ്വം ബോർഡ് ഭരിച്ചവരാണ്. ദേവസ്വം ബോർഡിൽ കോൺഗ്രസ്സുകാരും CPMകാരും ഒക്കെ അതിൻ്റെ പ്രസിഡൻ്റായിരുന്നിട്ടുണ്ട്, അംഗങ്ങളായിരുന്നിട്ടുണ്ട്. അവരെന്ത് ചെയ്തു? എക്കോസ്മാർട്ട് എന്ന് പറഞ്ഞൊരു വലിയ കമ്പനിയെ വിളിച്ചു വരുത്തി ശബരിമല വികസന പ്ലാൻ ഉണ്ടാക്കി. സുപ്രീം കോടതി അംഗീകരിച്ചതാണ്. എന്താ നടപ്പിലാക്കാൻ എന്താ ബുദ്ധിമുട്ട്? എന്താണ്? എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് അംഗീകരിച്ചതാണ്. ഇനി ഇത് നടപ്പിലാക്കാൻ വേണ്ടി ഒരു ഹൈപ്പവർ കമ്മിറ്റിയുണ്ട്. റിട്ടയർഡ് ഹൈക്കോടതി ജഡ്ജാണ് അതിൻ്റെ ചെയർമാൻ. അതിൽ ഫോറസ്റ്റിൻ്റെയും ദേവസ്വത്തിൻ്റെയും എല്ലാ ഉയർന്ന ആളുകളും ഒക്കെ അതിൽ അംഗങ്ങളാണ്. എന്ത് ചെയ്യുന്നു? എന്താ? ഇതൊക്കെ ഉണ്ടെങ്കിലും ഇനി അവിടുത്തെ കാര്യങ്ങളുടെ വികസനത്തിന് വേണ്ടി, വികസന ഫണ്ട് ഉണ്ടാക്കാൻ വേണ്ടി ഒരു പ്രത്യേക വേറൊരു ട്രസ്റ്റ് രൂപീകരിച്ചിട്ടുണ്ട്. ഇതൊക്കെ ഉണ്ട്. പക്ഷേ ശബരിമല പ്രശ്നത്തിന് പരിഹാരമില്ല. ശബരിമല എന്നും പ്രശ്നങ്ങൾ തന്നെയാണ്. അതിൻ്റെ കാരണം 2 വർഷം ഭരിക്കാനാണ് ദേവസ്വം ബോർഡ് വരുന്നത്. ഈ 2 വർഷം കൊണ്ട് ആദ്യത്തെ വർഷം കാര്യങ്ങളൊക്കെ കണ്ടു, 2ാമത്തെ വർഷം ആകുമ്പോഴേക്കും പോകാറായി. ഇനിയിപ്പോൾ എന്ത് ചെയ്യാനാണെന്ന് ഒരു ചോദ്യമാണ്. ഞങ്ങളിനി എന്ത് ചെയ്യാനാണ്? ഇത് ഉടയരില്ല, ഈ ചുമതലക്കാരില്ല, ആൻസർ പറയാൻ ആളില്ല. അങ്ങനെ ഒരു അവസ്ഥാവിശേഷമാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും വികസന പദ്ധതികളില്ലാത്തതോ
പ്ലാൻ ഇല്ലാത്തതോ ഒന്നുമല്ല പ്രശ്നം, ഇച്ഛാശക്തി ഇല്ലാത്തതാണ് പ്രശ്നം. ഭരണാധികാരികൾക്ക് ഇച്ഛാശക്തി ഇല്ല. UDF ആണെങ്കിലും കൊള്ളാം, LDF ആണെങ്കിലും. ഇന്ന് ഈ നിലയിൽ കൊണ്ട് എത്തിച്ചതിൻ്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് കോൺഗ്രസിനോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കോ ആർക്കും ഒഴിഞ്ഞു മാറാൻ പറ്റില്ല. ഇത് നിരവധി വർഷക്കാലമായി ഉണ്ടായി ഉരുണ്ടുകൂടി വന്ന പ്രശ്നമാണ്. അത് ഇന്ന് അതിൻ്റെ പാരമ്യതയിലെത്തിക്കഴിഞ്ഞു. പുൽമേടിൽ 102 അയ്യപ്പന്മാർ മരിച്ചതാണ്. ഹിൽ ടോപ്പിൽ 57 അയ്യപ്പന്മാർ ചവിട്ടേറ്റ് കാലിൻ്റെ അടിയിൽ കിടന്ന് ശ്വാസം കിട്ടാതെ പിടഞ്ഞ് മരിച്ചതാണ്. ഇതൊക്കെ അയ്യപ്പന്മാരുടെ ജീവനാണ്. ഈ നടപ്പന്തലിൽ എത്രയോ അയ്യപ്പന്മാർ തള്ളലിപ്പെട്ട് മരിച്ചിട്ടുണ്ട്. ഇതൊന്നും കണ്ടിട്ട് കണ്ണു തുറക്കാൻ നമ്മുടെ ദേവസ്വം ബോർഡിന് കഴിയുന്നില്ലെങ്കിൽ അത് ഇനി എല്ലാ അയ്യപ്പന് വിടുക എന്നല്ല, ഇനി വേറൊന്നും പറയാനില്ല. കോടിക്കണക്കിന് വരുന്ന ഭക്തരുടെ വിശ്വാസത്തെ സംരക്ഷിക്കാനും അനധിവിദൂര ഭാവിയിൽ തന്നെ ഭരണപരമായിട്ടും അതോടൊപ്പം തന്നെ വിശ്വാസപരമായിട്ടും ഹിന്ദു സമൂഹത്തിനും ഈ രാജ്യത്തിനും സാധിക്കുമെന്നുള്ള ശുഭപ്രതീക്ഷ അങ്ങേക്ക് പ്രേക്ഷകരോട് പങ്കുവയ്ക്കാൻ സാധിക്കില്ലേ? തീർച്ചയായിട്ടും ഉണ്ട്. ഞാൻ ഇന്ന് ഉറച്ചു വിശ്വസിക്കുന്നു, അയ്യപ്പ ക്ഷേത്രം അയ്യപ്പന്മാർ ഭരിക്കും. ഈ നാട്ടിൽ 41 ദിവസക്കാലം വ്രതം നോറ്റ് വർഷങ്ങളോളമായി ശബരിമലയിൽ പോയിട്ടുള്ള ഗുരുസ്വാമിമാരുണ്ട്. ശബരിമലയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരുണ്ട്. 12 രാജകുടുംബമുണ്ട്, തന്ത്രിമുഖ്യനുണ്ട്. അതുപോലെ വിശ്വാസവുമായി ബന്ധപ്പെട്ടവർ, ശബരിമല ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്ന അയ്യപ്പ ഭക്തന്മാർ, ഇവരെല്ലാവരും കൂടി ഒരുമിച്ച് കൂടി ഒരു ഭരണ നേതൃത്വം ഉണ്ടാകും. ഉരുത്തിരിഞ്ഞു വരും. ഈ ശബരിമല ക്ഷേത്രം ഭരിക്കും. അന്ന് ഈ ശബരിമല ക്ഷേത്രത്തിൻ്റെ വിമോചന ദിനമാണ്. അത് ഇന്നല്ലെങ്കിൽ നാളെ ഉണ്ടാകും എന്ന് തന്നെയാണ് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നത്. അക്കാര്യത്തിൽ ഒരു സംശയവുമില്ല. ജസ്റ്റിസ് ടി ചന്ദ്രശേഖര മേനോൻ കമ്മീഷൻ റിപ്പോർട്ടുണ്ട്, ജസ്റ്റിസ് ഹരിഹരൻ നായർ കമ്മീഷൻ റിപ്പോർട്ടുണ്ട്, കോടതി വിധികളുണ്ട്. ഇതിൻ്റെ എല്ലാം പ്രാവർത്തികമാകാൻ പോകുന്ന കാലം വരാൻ പോവുകയാണ്. വരും എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുകയാണ്. അയോധ്യയിൽ അത് നടക്കുമെങ്കിൽ ശബരിമലയിൽ ഇതും നടക്കും. വളരെ നന്ദി രാജേട്ട. BJP കേരളയുടെ സത്യമേവ ജയതേ എന്ന ഈ പരിപാടിയിൽ പങ്കെടുത്ത് ശബരിമലയിലെ കോടാനുകോടി തീർത്ഥാടകരുടെ നീറുന്ന പ്രശ്നങ്ങൾ വൈകാരികമായിട്ടും യുക്തിസഹമായിട്ടും പ്രേക്ഷക സമൂഹത്തിൽ അവതരിപ്പിച്ച രാജേട്ടന് 1000 നന്ദി. നമസ്കാരം.